ഹലോ, അസ്സലാമു അലൈക്കും. മറ്റൊരു ഹസനിൻ്റെ ഉടായ്പുമായിട്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ളത്. അബ്ദുറഹീം ഹസനി എന്ന് പറയുന്നൊരു ഹസനി. ഇതുവരെ നമ്മൾ കുരുവട്ടൂരികളെ പറ്റിയും ഓരോ തെരീക്കത്തിനെ പറ്റിയാണല്ലോ കുറച്ചു കാലം മുമ്പ് ചർച്ച ചെയ്തത്. എന്നാൽ ഇതുപോലെ തന്നെ ബടായി അടിക്കണ ഒരു വിഭാഗമാണ് ആലുവ തെരീക്കത്തിൻ്റെ ആളുകൾ. വളാഞ്ചേരിയിലുള്ളൊരു റിഫായി മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പരിപാടി എനിക്ക് കേൾക്കാൻ ഇടയുണ്ടായി. എന്തായാലും ഓരോ മനുഷ്യന്മാരെ അള്ളാഹ് പേപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഈ ഒരു തെരീക്കത്ത് കിട്ടിയാൽ ഒരു തെരീക്കത്തിൽ ചേർന്നാൽ അവരെ മുഖ്യമായിട്ടുള്ള അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ദുന്യാവിലുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും തെറി പറയാം, കള്ളന്മാരാണെന്ന് പറയാം. പണ്ഡിത സംഘടനകൾ കള്ളന്മാരാണ്. കേരളത്തിലുള്ള സർവ്വ പണ്ഡിത സംഘടനകളും കള്ളന്മാരാണെന്ന് ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ എന്ത് ചെയ്യണത്. ഈ നികൃഷ്ട ജീവികൾ തലകെട്ടും കെട്ടി നല്ല മൂല്യന്മാർ അതിലൊക്കെ നടന്ന് ദിക്കർ ഈ ഖുതുബുസ്സമാനാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരാളെ ഖലീഫ ആണല്ലോ, ബലക്കൊല ഖലീഫ. അള്ളാൻ്റെ റസൂൽ 4 ഖലീഫമാരുടെ ശേഷം ഇവിടെ അള്ളാഹു ഖലീഫയായിട്ട് ഇവിടെ നിയോഗിച്ചത് അള്ളാൻ്റെ റസൂലിൻ്റെ ശേഷം 4 ഖലീഫമാരാണ്. 4 ഖലീഫമാർ. ആ ഖലീഫമാർക്ക് ശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഇവരൊക്കെയാണ് ഖലീഫമാർ. ഖലീഫ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റസൂലിൻ്റെ പ്രതിനിധികളാണ്. അപ്പോൾ ഇവിടെ അവനാൻ്റെ മനസ്സ് ശുദ്ധിയാവാൻ, അവൻ ക്ലിയർ ആവാൻ, എങ്ങനെ ജീവിക്കണം എന്നിവിടെ പഠിപ്പിച്ചു തന്നത് ഈ ചങ്ങായിക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് ഇവിടെയുള്ള സംഘടനയെ പറ്റി പറയുന്നത് എന്താണ്? ഞങ്ങൾ സംഘടനയും സമ്പത്തും സംഘടനയെ വിമർശിച്ച് കണ്ടപ്പോൾ ഇവന് പറയുന്നത് ഈ സംഘടനയിലൂടെ ജീവിച്ച് സംഘടനയുടെ ഒപ്പം ചോറും തിന്ന് വളർന്ന് വലിയ വലിയ സമസ്തനെ പോലത്തെ വലിയ വലിയ പണ്ഡിത സംഘടനൻ്റെ ഒപ്പം ചോറും തിന്ന് വളർന്ന് തടി കൊയ്ത്ത് എല്ലാ കാര്യങ്ങളും പഠിച്ച് സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തി. ഇതൊക്കെ കഴിഞ്ഞപ്പം ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു സ്ഥലത്തു നിന്ന് വെളിപാടിറങ്ങി എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ പാട് കൂടുക. നിങ്ങൾ ആലോചിക്കുകയാണ്, ഇവിടെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും കള്ളന്മാരാണെന്ന് ഇങ്ങനെ പറയുന്ന 2 ആളുകളെ ഞാൻ കേട്ടുള്ളൂ. 2 ആളുകൾ. ഒന്ന് മുജാഹിദ് ബാലുശ്ശേരി. മുജാഹിദ് ബാലുശ്ശേരി എന്താ പറയുന്നത്? ലക്ഷങ്ങൾ ഹജ്ജിന് പോയിട്ട് അവിടെ മുവഹിദീങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഓലാൾക്കാർ എന്നതുപോലെ ഇവർ പറയുന്നത് ആലുവൻ്റെ ആൾക്കാർ പറയുന്നത് ഇവർ പറയാണ് ആലുവൻ്റെ ആൾക്കാരാണ്, ഇവരാണ് ഇവിടെ എന്ത് ചെയ്യണത് സത്യത്തിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പയച്ചവരാണ്, തൗഹീദില്ലാത്തവരാണ്, ഇവിടെ പുഞ്ചിരിച്ച് മരിക്കുന്നവരാണ് അവർ. എന്നാലും അവർ പുഞ്ചിരിച്ച് മരിച്ചൊരു ഫോട്ടോ കാണട്ടെ. ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ സംഘടനൻ്റെ ആളുകൾ പുഞ്ചിരിച്ച് മരിച്ച എത്ര ആൾക്കാർ ഇത് കാണിക്കാം. നാസർ മൗലവി മണ്ണാർമല എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, സമദ് മൗലവി മണ്ണാർമല, മൂപ്പര് മരിച്ച പുഞ്ചിരിച്ച് കടന്നാണ്ടാണ് കാണുന്നത്. ഇപ്പോഴും ഉണ്ട്, ആ പാട്ടിലുണ്ട്. മൂപ്പരെ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ അതാണ് മൂപ്പര പുഞ്ചിരിച്ച് കിടക്കുന്ന രംഗം അങ്ങനെ കാണിക്കുന്നതാണ്. മൂപ്പര സംസ്ഥാന ജമിയത്തുൽ-ഉലമൻ്റെ അംഗമായിരുന്നു. സംഘടനൻ്റെ ആളുകൾ എന്നതുപോലെ സമസ്തയിൽപ്പെട്ട പണ്ഡിതന്മാർ എത്ര ആളുകൾ അവിടെ പുഞ്ചിരിച്ച് മരിച്ച് കിടക്കുന്നുണ്ട്. ഈ നീർക്കൊലി വർഗ്ഗങ്ങൾ. കാരണം എന്താണ്? ഇവർ മറ്റുള്ളവരെ കാഫിറാക്കാണ് ചെയ്യുന്നത്. ഇവരാണ് മുവാഹിദീങ്ങളുള്ളൂ, തൗഹീദുള്ളൂ. ഒരാളെന്നിട്ട് ഹജ്ജിന് പോയ സംഗതി വിശദീകരിക്കുക. ഈ കൂട്ടത്തിൽപ്പെട്ട വളാഞ്ചേരിക്കാരനൊരാൾ ഹജ്ജിന് പോയ സംഗതി എന്നിട്ട് അവിടുന്ന് എന്താണ് ഇവിടുന്ന് നോക്കുകയാണ്. ഖുതുബുസ്സമാൻ ഇവിടുന്ന് നോക്കുക. എന്നാൽ ഇവർക്ക് ഖുതുബുസ്സമാൻ എന്നുള്ള പേര് കിട്ടിയത് മൂപ്പരാണ്ട് പറഞ്ഞല്ല എന്നാണ് പറഞ്ഞത്. ആരാ പറഞ്ഞത്? പിന്നെ പറഞ്ഞ ബസറയിലുള്ള ഉസ്നു റിഫായി എന്ന് എനിക്ക് തോന്നുന്ന പേര് ഞാൻ നോട്ട് ചെയ്തപ്പോൾ ബസറയിലുള്ള ഉസ്നു റിഫായി. ഇയാൾ 3 പ്രാവശ്യം എന്താണല്ലോ സ്വപ്നത്ത് കണ്ടു പറഞ്ഞു. ബസറയിലുള്ള ഒരാൾ 3 പ്രാവശ്യം സ്വപ്നത്ത് കണ്ട് കേരളത്തിലുള്ള ഒരാൾ ഇങ്ങനെ എന്താണ് ഖുതുബുസ്സമാനാകാൻ പോകുന്നുണ്ട് എന്ന്. അങ്ങനെ ഖുതുബുസ്സമാനായിട്ട് അയാൾ പ്രഖ്യാപിച്ച് അങ്ങനെ എന്ത് ചെയ്താൽ ഇവരൊക്കെ പാട് പിന്നെ പറഞ്ഞു നിങ്ങളിൻ്റെ ബാക്കിക്കാരെ തരേണ്ട ഇനി നായിബായ അയാളും ഇപ്പോഴത്തെ ആൾ ഇയാളും ഞാൻ അടുത്ത ഖുതുബുസ്സമാനെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്.
അള്ളാൻ്റെ ഔലിയാക്കന്മാർ, ഇനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നബവിമാമൊക്കെ ഇവിടെ പറഞ്ഞെന്താണ്, അള്ളാൻ്റെ ഔലിയാക്കന്മാർ അവർ ഉണ്ടാവുന്ന കറാമത്തുകൾ അവർ മറച്ചു വെക്കും. ഏതുപോലെ മെൻസസ്സുള്ള സ്ത്രീകൾ ഈ മറച്ചു വെക്കും പോലെ. ഇത്രക്കും വളരെ നിഷ്കളങ്കമായി ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവർ ഇയാൾ ഹജ്ജ് ചെയ്തപ്പം അവിടെയുള്ള എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുത്തത് ഇപ്പോൾ ഇവിടുന്നാണ് മദത് എത്തിയിട്ട് നൗസാദിൻ്റെ അതിൽ തന്നെ ഇവിടുന്നാണ് മദത് നീട്ടി കൊടുക്കുകയാണ് അങ്ങോട്ട്. ഇത്രക്കും വൃത്തികെട്ട സുന്നത്ത് ജമാഅത്തിനെയും ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ സുന്നികളെ പറയിപ്പിക്കേണ്ട ഒരു വിഭാഗം, വൃത്തികെട്ട വിഭാഗം. ഇവരൊക്കെ മുഖ്യ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള സുന്നി പണ്ഡിതന്മാർ തെറി പറയുക, സംഘടനൻ്റെ ആൾക്കാരെ തെറി പറയുക, സംഘടനൻ്റെ ആൾക്കാരൊക്കെ കള്ളന്മാരാണെന്ന്. എന്നാൽ ഇവർ സംഘടിക്കാതെ ഒറ്റയാണുള്ളത്. അതല്ല, ഈ നൗസാദാസിന് സംഘടന അല്ലേ, ഓർക്കൊരു സംഘമല്ലേ, എന്നതുപോലെ ഈ ആലുവിൻ്റെ ആൾക്കൊരു സംഘമല്ലേ. പക്ഷേ ഇതൊക്കെ ഇബിലീസ് തലയിൽ കയറിയിട്ട് ഇവരെ മനസ്സിലാക്കുകയാണ്, ഇവരെ ഈ സിൽസിലയിൽ കൂടെ പോന്നാലേ എന്തുള്ളൂ തൗഹീദുള്ള, അല്ലാത്തല്ല കാഫിറായി ചാകുന്ന അപ്പോൾ ഇവർ വാദിക്കണതേ. ഈ 4 മുർച്ചുത്തികൾ മാത്രം അള്ളാഹിൻ്റെ റസൂലിൻ്റെ സഹാബത്തിൻ്റെയും സലഫുസാലിങ്ങളെയും പിൻപറ്റുന്ന കുത്തുബുസ്സമാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടെങ്കിൽ അത് ആരായിരുന്നു, അസീദ് അലുൽ മംഫുറമി തങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് ഓല തന്നെയാണ് പ്രഖ്യാപിക്കുക, ഞാൻ കുത്തുബുസ്സമാൻ എന്നെ അനുസരിച്ചോളണം. മുമ്പ് ഈ മിർദാവുൽ അഹമ്മദ് ഖാദിയാനിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ അള്ളാഹിൻ്റെ റസൂൽ ഈ അഹമ്മദ് ഖാദിയാനി അയാൾ പറഞ്ഞു എന്തായിരുന്നു, ഞാനാണ് ആര്, ഈസാ നബി പറഞ്ഞാൽ അതും ഞാൻ തന്നെയാണ്, മഹദി ഇമാം പറഞ്ഞാൽ അതും ഞാൻ തന്നെയാണ്. ഈ പറഞ്ഞ രൂപത്തിൽ കുത്തുബുസ്സമാൻ ഞാനാണ് എന്നിട്ട് ഓരോരുത്തരും ഉണ്ടാക്കിയ ഒരു സമാനിൻ്റെ കുത്തുബുണ്ടായിട്ട് അതിനെ ബൈഅത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ട സുന്നികളെ കുറേ ആൾക്കാർ തലകെട്ടിയ ആൾക്കാരെ ഒരു അബ്ദുറഹിമാൻ പ്രസംഗം കിട്ടിയാണ്. അപ്പോൾ ഇയാളൊക്കെ എന്താണ്, ഇയാൾക്ക് അയാളെ മദത് ഉണ്ടായതും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുക. എത്ര ആൾക്കാർക്ക് ഇവിടെ കോമരത്തിൻ്റെ അടുത്ത് ചെന്നാൽ സൊക്കേട് മാറുന്നുണ്ട്, അല്ലാത്തവരുടെ അടുത്ത് നിന്ന് സൊക്കേട്. ഇതൊക്കെ ഇപ്പോൾ ഇവന് കാര്യമായിട്ട് പറയാനുള്ളത്. ശൈത്താൻ കയറി കൂടിയിട്ട് ഉണ്ടാകുക. കാരണം എന്താണ്, ഇവരൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരെ പഠിപ്പിച്ച ഉസ്താദന്മാരാണ് തെറി പറയുന്നത്. അതിൻ്റെ കുരുത്തക്കേട് ഈ തെരീഖത്തിൻ്റെ ആൾക്കാർ മുഴുവനും ഇവിടെ ഈ കുഫറിലാണ് എന്നതുപോലെ തെറ്റിലാണെന്ന് പറയുന്ന ആരെ, ഇവരെ ഉസ്താദന്മാരെ തെറി പറയാനുണ്ടാക്കിയ ഒരു കൂടസംഘം. ഇത്ര ഇതിനെപ്പറ്റി പറയാനുള്ളൂ. എന്നിട്ട് ഇവരിങ്ങനെ നിയന്ത്രിക്കുക, കുത്തുബുല്ലാലമായിട്ട് ആലമെന്നായിട്ട്. അവിടെ നിന്നാണ് ഹജ്ജ് ചെയ്ത് കൊടുത്ത് എന്താണ്, ഹജ്ജ് ചെയ്യണ കൊടുത്ത് എല്ലാവർക്കും വിഷമമുണ്ടേനി, ഞങ്ങൾക്ക് വിഷമമുണ്ടായില്ല, കുത്തുബുസ്സമാൻ വന്ന് രക്ഷിച്ചാണെന്ന്. ഇവിടെ ഹജ്ജിന് പോയവർക്കൊക്കെ എല്ലാവർക്കും അറിയാം, ഹജ്ജിന് പോയ ആളുകൾക്ക് അവിടെ ഈ എത്ര വിഷമമുള്ള സമയത്ത് അവർ രക്ഷപ്പെടുന്നത്. അത് അവിടുത്തെ ഇവിടുത്തെ മതതല്ല. നമ്മളവിടുന്ന് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. എന്നാലും അതൊക്കെ എല്ലാവർക്കും അനുഭവമാണ്. ഹജ്ജിന് പോയവർക്കൊക്കെ അനുഭവമാണ്. നമ്മൾ അവനാൻ ചെയ്ത വിഭാഗത്ത് പറഞ്ഞാണ്ട് മറ്റുള്ളവരോട് പറഞ്ഞാണ്ട് ഞാൻ പോയപ്പോൾ അതുണ്ടായി ഇതുണ്ടായി എന്ന് പറഞ്ഞാണ്ട് ഞാൻ ചെയ്ത വിഭാഗത്തിനെ പറഞ്ഞാണ്ട് മുമ്പൊരു ചരിത്രം വായിച്ചാൽ ഓർക്കുന്നുണ്ട്. ഓനൊരു ഹജ്ജ് ചെയ്ത ആളാണെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഉടനെ അവൻ്റെ ഹജ്ജ് ബാത്തിലായെന്നാണ്. ഞാൻ 1ാമത്തെ ഹജ്ജിനല്ല 2ാമത്തെ ഹജ്ജിന് പോയപ്പം കൊണ്ടുവന്ന പാത്രത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ഒരാളെ കേൾക്കാൻ വേണ്ടിയിട്ട് സാധു അയാളുടെ ഈ വാക്കുകൊണ്ട് 2 ഹജ്ജും ഫസാദായി എന്ന് പറഞ്ഞല്ലേ. എന്നതുപോലെ ഹജ്ജിൻ്റെ അനുഭവങ്ങൾ ഹജ്ജിനെ പോലൊക്കെ എല്ലാവർക്കും പറയാനുണ്ട്. പല അനുഭവങ്ങളും ഉണ്ടാവും. ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് രക്ഷപ്പെട്ടതും അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടതും സലാത്തിൻ്റെ പതിലുകൊണ്ട് രക്ഷപ്പെട്ടതും എന്നതുപോലെ ഈ ഉത്തരം കിട്ടുന്ന മുൽത്തസമിൽ അങ്ങനെ പല സ്ഥലത്തൊന്നും ഇജാബത്തുണ്ട്. ഇതൊന്നും ഇവൻ്റെ ഈ കുത്തുബുസ്സമാനെ മറ്റുള്ള ആൾക്കാർ വന്ന് സഹായിക്കല്ല, അള്ളാൻ്റെ സഹായം കിട്ടുകയാണത്. ഈ വിശ്വാസം അല്ലെങ്കിൽ ദീനെന്ന് പുറത്താണ്. എന്നിട്ട് എന്ത് തൗഹീദാ ഇവർ പറയുന്നത്? കണ്ട ശിർക്കും കുഫറും വഹാബികൾ പറയും പോലെ തന്നെ ശിർക്കും കുഫറും ഇവർ തലയിൽ കെട്ടിയിട്ട് ഈ രൂപത്തിലാണ് സുന്നികളെല്ലാവരും ഒന്ന് തെറ്റിദ്ധരിക്കേണ്ട എന്നുള്ള നിലക്കാണ് സംഘടനൻ്റെ ആളുകൾ ഒരു സംഘടിച്ച് കണ്ടെന്നാണ് അവർ തീരുമാനിക്കുന്നതാണ് തീരുമാനം. മറ്റത് വരെന്താണ് ഓരോരുത്തരിങ്ങനെ ഓരോ അഭിപ്രായം കെട്ടുകൊണ്ട് ഇബ്ലീസിൻ്റെ വെളിപാടുണ്ടായിട്ട് അതിൻ്റെ ഒപ്പം അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത്തരം ഷർറിൽ നിന്ന് അള്ളാഹ് ഈ ഉമ്മത്തിനെ കാക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് ഇവർ പറയണ മറ്റേ ആളുണ്ടോ മലമ്മൽ തുടങ്ങിയിട്ടുണ്ട്. മലമ്മൽ എന്താ ഇപ്പം ഇതിനെ പറ്റിയൊക്കെ പറയാം. ഇതാണ് ആഖിറുസമാനാകുമ്പോൾ. എന്നിട്ട് എന്താണ് ആഖിറുസമാൻ ദജ്ജാലൂനെ കസാബീങ്ങളാണെന്ന് പറയുന്നത്. കസാബീങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ ഈ സംഘടനൻ്റെ ആൾക്കാരെ പറ്റിയാണ്. 40 ആളുകൾ കൂടിയിട്ട് ഉണ്ടാക്കിയൊരു സംഘടനകളുണ്ടാവും. ആ സംഘടനൻ്റെ ആൾക്കാരാണ് ദജ്ജാലിങ്ങൾ കസാബികൾ. എന്നിട്ട് നല്ല ആൾക്കാരാവും ഞങ്ങളും. അവനാൻ്റെ കുറ്റം
കാണാതെ മറ്റുള്ളവരെ പോരായ്മ കാണുന്നത്, സ്വന്തം കാലിലെ മന്ത് കാണാതെ മറ്റേ കാലിൻ്റെ മറ്റേ ആളുടെ കൈവരൽ വണ്ണം വെച്ചത് കാണുന്ന ഈ സൈസ് കള്ളത്തെരീക്കത്തിൻ്റെ ആൾക്കാരൊക്കെ ഇവരൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ നമ്മളെ പോലത്തെ സാധാരണക്കാർ മതി. അത് പറഞ്ഞാൽ കുരുത്തക്കേട് പറ്റുന്നു. ഇതാണ് ആൾക്കാർ പറയാം. കുരുത്തക്കേട് പറ്റില്ല, സിഹിർ പറ്റുമെന്ന് പറയും. സിഹിർ ചെയ്താൽ സിഹിർ പറ്റും. സിഹിർ ഇവിടെ ഉള്ളതാണ്. സിഹിർ ഇല്ലാത്തതാണെന്ന് വിശ്വസിച്ച കുറേ ആൾക്കാരുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന് മുമ്പ് സിഹിർ ഇല്ലാന്നതിന് പ്രവിനപ്പുണ്ട് എന്ന്. കുരുവട്ടൂരികളെ പോലെ തന്നെ ഓന്തിനെ പോലെ ഈ മാറുന്ന ആൾക്കാരാണോ അല്ലേ. സിഹിറില്ല, കണ്ണേറില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സിഹിറുണ്ട്, കണ്ണേറുണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നാണ് പറയണത്. ഇതൊക്കെ ഓന്ത് സ്വഭാവം. ഇവർ വഹാബികൾ അതേപോലെ തന്നെ ഓന്ത് സ്വഭാവം നടത്തുന്ന ആൾക്കാരാണ്. ആദ്യം പറഞ്ഞതിന് സിഹിറില്ല, കണ്ണേറില്ല. ഖുർആൻ്റെ നെസ്സല്ലേ സിഹിർ. ബാബില ഹാറൂത്ത് മാറൂത്ത് അമാസിലാനി അമായു അല്ലിമാനി സിഹ്റ ഇന്നമാനഹ്നു ഫിത്തന എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിലായത്തുണ്ടല്ലോ. ഹാറൂത്ത് മാറൂത്ത് രണ്ടാളുകളും മനുഷ്യരൂപത്തിലും മലക്കുകളും എന്നിട്ട് പഠിപ്പിച്ചാണ് സിഹിറെന്നും. അങ്ങനെ അവർ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു എന്ത്, ഇന്നമാനഹ്നു ഫിത്തന, ഞങ്ങൾ ഫിത്തനാണ് കേട്ടോ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനൊരു മരണത്തിൻ്റെ ഒരു ഇൽമ ഇവിടെ ദുനിയാവിൽ വരണം എന്നുള്ളത് തീരുമാനിച്ചത് കൊണ്ട് അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലയെന്ന് നിഷേധിച്ചിരുന്നു വഹാബി പ്രസ്ഥാനത്തിൽ. പിന്നെ അതൊക്കെ ഉണ്ട് എന്നായിപ്പം. പിന്നെ എന്താണ് ഈ അള്ളാഹ് ബഹുമാനിക്കേണ്ടതില്ല, എന്ത് ഷിയാറിനെ ഹുർമത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഉണ്ട് എന്നായി. ഇങ്ങനെ ഈ ഓന്തിൻ്റെ സ്വഭാവം ദീനിൽ നിന്ന് ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ കെട്ടിറങ്ങിയ ഒരു വിഭാഗങ്ങൾ അള്ളാഹ് ഇവരെ ഷർറിൽ കാക്കട്ടെന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചാനൽ ആദ്യമാണ് ഈ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം ഉഡായ്പ ഇടുന്ന ആളുകളിലേക്ക് എത്തുന്നത് വരെ, എന്നാലല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുള്ളൂ. അപ്പോൾ നമുക്കതിനെ പറ്റി പറയാമല്ലോ. ഈ തെരീക്കത്തിൻ്റെ ആളുകൾ എനിക്ക് നൗസാദിൻ്റെ പരിപാടിൻ്റെ സ്റ്റേജിക്കൊന്ന് കയറി ചെന്നിട്ട് അവനോട് ചോദിക്കണം എന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുള്ള അവസരം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ ഉഡായ്പകൾ നമ്മൾ ഇതിൻ്റെ അത്യൊന്നും പ്രായമില്ലല്ലോ എന്ന് എനിക്കറിയാം. എന്നതുപോലെ തന്നെ ഈ കുത്തുബുസ്സമാൻ എന്താണ് എന്ത് നിയന്ത്രിക്കണമെന്നപ്പോൾ ഈ പറയണത്. ഓരോരുത്തരാണ് കുത്തുമ്പ് ഹൗസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതത്തിൽ കൂടെ പോയാലേ ഈമാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈമാൻ രക്ഷപ്പെടില്ലാന്ന്. അള്ളാൻ്റെ റസൂല് ഒരാളെ കൊന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാളെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് കൊന്നത് എന്നുള്ള നിലക്ക് പറഞ്ഞപ്പം റസൂലുള്ളാഹി ചോദിച്ചെന്താണ്, ആ ശകക്ത കൽബോ, നീ അവൻ്റെ ഹൃദയം കയറി നോക്കണമെന്ന്. ഹൃദയത്തിലാണ് ഈമാനുള്ളത്, ഈ കാണുന്ന പുറംപൂച്ചല്ല. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും.